Good morning students. ഇന്ന് നമ്മൾ ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ ഇപ്പോൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ ആണ്, EPS. അപ്പോൾ EPSൽ രണ്ട് സെക്ഷനുണ്ട്, ബേസിക് EPSും ഉണ്ട്, ഡയലൂട്ടഡ് EPSും ഉണ്ട്. അതിൽ ബേസിക് EPS ഏറെക്കുറെ നമ്മൾ എടുത്തു കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അവസാനിപ്പിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് എന്നല്ല ബുദ്ധിമുട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂൻ്റെയൊക്കെയാണ്. ബാക്കിയെല്ലാതും ഏറെക്കുറെ എളുപ്പമാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് പുതിയതായിട്ട് പഠിക്കുന്ന കാരണം കൊണ്ട് തന്നെ നന്നായിട്ടത് ശ്രദ്ധിക്കണം, പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ നമ്മൾ എന്താണ് ഡയലൂട്ടഡ് ഷെയർ, ഡയലൂട്ടഡ് EPS എങ്ങനെ കാണും. ഡയലൂട്ടഡ് EPS കാണുന്ന ഒരവസ്ഥ വരുന്നത് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഉള്ള, അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് നമ്മുടെ ഷെയർ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ഷെയറിൻ്റെ പാറ്റേണിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഡയലൂട്ടഡ് EPS കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ ഉള്ള ഒരു കമ്പനികൾക്ക് മാത്രമാണ് ഇത് കാണേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർ ഇഷ്യൂ ചെയ്യാൻ ചില കേസുകളിൽ ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും ചില ഇൻസ്ട്രുമെൻറ്റ്സിന് പകരമായിട്ട്. അത്തരം കമ്പനികളുടെ അത്തരം എൻറ്റിറ്റീസിന് മാത്രമേ ഡയലൂട്ടഡ് EPS കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ എന്ന് കഴിഞ്ഞാൽ, ഓർഡിനറി ഷെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയില്ലേ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്താ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ അത് കൺവെർട്ടബിളാണ്. എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്? അത് ഓർഡിനറി ഷെയറായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇനി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതും ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഓർഡിനറി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യും. അത്തരം കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ഒരു കമ്പനിയുടെ, ഒരു എൻറ്റിറ്റിയുടെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് കാണേണ്ട ആവശ്യമുള്ളൂ? ഡയലൂട്ടഡ് EPS കാണേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ഈ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെയും കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെയും പോലെ തന്നെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഓപ്ഷൻസും അതുപോലെ തന്നെ വാറണ്ട്സും. അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വാറണ്ട് എന്ന് പറയുന്നത് കമ്പനി ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. എന്താണ് കമ്പനി ആയിട്ടുള്ള കോൺട്രാക്റ്റ്? എന്താണ്? ഇത്ര രൂപയ്ക്ക് ഫ്യൂച്ചറിൽ വിൽക്കാം അല്ലെങ്കിൽ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റാണ്. അത് കമ്പനി തന്നെ നേരിട്ട് നടത്തേണ്ടുന്നതാണ്. അതേസമയം ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. എന്തായിക്കോട്ടെ, ഈ ഓപ്ഷൻസിലും അതുപോലെ തന്നെ വാറണ്ട്സിലൊക്കെ ഓർഡിനറി ഷെയർസാണ് എന്തായിട്ട് വരുന്നത്, നമ്പർ ഓഫ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ഈ 4 കേസിലും, അതായത് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഓപ്ഷൻസ്, വാറണ്ട്സ്, ഇത്തരം കേസുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലയബിലിറ്റി സൈഡിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലുള്ള കമ്പനികൾക്ക് മാത്രമേ ഡയലൂട്ടഡ് EPS കാണേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡയലൂട്ടഡ് EPS കാണും? ഡയലൂട്ടഡ് EPS കാണാനുള്ള ഇക്വേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 279 ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കുട്ടികളെല്ലാവരും ടെക്സ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ അതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് നമ്മൾ വായിച്ചു, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് പോവാം. എന്താണ് ടോപ്പിക് എന്ന് നോക്കാം നമുക്ക്. ഡയലൂട്ടഡ് EPS ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ബ്രാക്കറ്റിൽ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് സ്വാഭാവികമാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ബേസിക് EPSൻ്റെ കാര്യത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ചെയ്ത അതേ കാര്യം തന്നെ. ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമുള്ള പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലെങ്കിൽ ആവശ്യമുള്ള എന്നല്ല, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ,
അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ പീരീഡ്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ പീരീഡ്, ആ പീരീഡിൽ നിലനിൽക്കുന്ന ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഷെയർസിനെ അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ബ്രാക്കറ്റിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അസ്യൂമിങ് ദ കൺവേർഷൻ ഓഫ് ഡയലൂട്ടഡ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്. അവിടെ എന്ത് അസ്യൂം ചെയ്യണം നമ്മൾ? ഈ പൊട്ടൻഷ്യൽ ഷെയർസ് കൺവേർട്ടഡ് ആയിട്ടുള്ള അതുകൂടി അസ്യൂം ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ആ കൺവേർഷൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തിട്ടുള്ള എമൗണ്ട് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഷെയർസ്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതായിട്ട് എങ്ങനെ അസ്യൂം ചെയ്യും എന്നൊക്കെയുള്ള പോയിൻറ്റുകൾ വരും. നമ്മൾ പഠിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷമിക്കേണ്ട, നമുക്കത് സോൾവ് ചെയ്യാം. ഇനി അടുത്ത ഹെഡിങ് നോക്കാം, എങ്ങനെയാണ് ഇതൊക്കെ കാണുക എന്നുള്ളതാണ്. അടുത്ത ഹെഡിങ് കുട്ടികൾ വായിക്കുക. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് ഈ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കണക്കാക്കുക? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബേസിക് EPSൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, എന്താണ് പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോഫിറ്റ് അവൈലബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ഓഫ് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിലൊരു 4 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 സ്റ്റെപ്പ് കുട്ടികൾ നോക്കുക. ഒന്ന്, കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് അട്രിബ്യൂട്ടബിൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ടാക്സിന് ശേഷം, അതായത് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ, ആഫ്റ്റർ ടാക്സ്. 2, ആഡ് ഡിവിഡൻഡ് ഓൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് അലോങ് വിത്ത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഡ് ഡിവിഡൻഡ് വിത്ത് ടാക്സ് ഓൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രീവിയസ്ലി ഹെൽഡ്. അതായത് നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. പ്രീവിയസ്ലി ഹെൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഡ് ഡിവിഡൻഡ് ഓൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഈ പ്രിഫറൻസ് ഷെയർ കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസ് ആവുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണല്ലോ നമ്മൾ പ്രീവിയസ്ലി ഹെൽഡ് എന്ന് പറയുന്നത്. മുൻപ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർസിനെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ ഷെയറിന് വരുന്ന ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സ്റ്റെപ്പ് 3, ആഡ് ഇൻട്രസ്റ്റ് നെറ്റ് ഓഫ് ടാക്സ്. ആഡ് ഇൻട്രസ്റ്റ് നെറ്റ് ഓഫ് ടാക്സ് എഫക്റ്റ് ചാർജ്ഡ് ഓൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓർ ലോൺസ്. ഇനി എന്ത് ചെയ്യണം, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെയോ ലോണിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് വിത്ത് ദ എഫക്റ്റ് ഓഫ് ടാക്സ് അടക്കം, ടാക്സ് എഫക്റ്റ് അടക്കം, അത് നമ്മൾ എന്ത് ചെയ്യണം, അതും ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ്ലി ഹെൽഡാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് വിത്ത് ടാക്സ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് ടാക്സ് അത് ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു ആഡ് ചെയ്യാൻ, ഒന്ന് ഡിവിഡൻഡ്, ഒന്ന് ഇൻട്രസ്റ്റ്, രണ്ടും ഒരേ ടൈപ്പ് കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഇനി സ്റ്റെപ്പ് 4, ആഡ് ഓർ സബ്സ്ട്രാക്ട് എനി അതർ ചേഞ്ചസ് ഇൻ ഇൻകം ഓർ എക്സ്പെൻസ് that would result from the conversion of the dilutive potential ordinary shares. അതായത് വേറെ ഏതെങ്കിലും ഒരു ഐറ്റം, ഇൻകം ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട, ഈ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൽ അലൗബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം, അത് എക്സ്പെൻസ് ആവാം, ഇൻകം ആവാം. എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ലെസ് ചെയ്യും. ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ആഡ് ഓർ സബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ എമൗണ്ട് കിട്ടണം, ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ 4 സ്റ്റെപ്പ് ചെയ്ത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്
കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് ആണ്. പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുക ടാക്സിന് ശേഷം, അല്ലെങ്കിൽ അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക. അതിനോടുകൂടി ഡിവിഡൻഡ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്താണ് അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വിത്ത് ടാക്സ് ഡിവിഡൻറ്റിൻ്റെയും ലോണിൻ്റെയും ആഡ് ചെയ്യാം. മൂന്നാമത്തെ ഐറ്റം കഴിഞ്ഞ് നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എക്സ്പെൻസോ ഇൻകംസോ ഉണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ലെസ് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് പേജ് നമ്പർ 280 280 പേജ് നമ്പറിലാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി പീരീഡ്. അതായത് ഇതിനെ ഈ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ടാണ്. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി പീരീഡ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 2 സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 1 കാൽക്കുലേറ്റ് എക്സിസ്റ്റിംഗ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എക്സിസ്റ്റിംഗ് ഷെയർസ് എപ്പോഴും ക്വസ്റ്റ്യനിൽ തരും. 2 സ്റ്റെപ്പ് 2 ആഡ് ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ദാറ്റ് വുഡ് ബി ഇഷ്യൂഡ് ഓൺ ദ കൺവേർഷൻ. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യണം? കൺവേർഷനിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട് ഓർഡിനറി ഷെയർസായിട്ട് മാറിയിട്ടുള്ള ഷെയറിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്പർ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എളുപ്പമാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേണം കേട്ടോ. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വായിച്ചപ്പോൾ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇപ്പോൾ ടാക്സ് ഫാക്ടർ പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും എന്താണ് ഇത് വർക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഈ തിയറി പഠിച്ചതൊക്കെ നമുക്ക് ശരിക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നു. പലപ്പോഴും തിയറി വായിച്ചു കഴിഞ്ഞാൽ പലതും കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകാത്ത തിയറിയൊന്നും അക്കൗണ്ടൻസിയിൽ ഉണ്ടാവില്ല, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കുട്ടികൾ വായിക്കുക. പേജ് നമ്പർ 280 ഇല്ലസ്ട്രേഷൻ 7 ആണ്. ഞാൻ വായിക്കാം, കുട്ടികൾ ഒന്നിച്ച് വായിക്കാം. എസ് ഓൺ 1/4/2018 1/4/2018 1/4/2018 അപ്പോൾ ഇത് ഏപ്രിൽ തൊട്ട് തുടങ്ങുന്നതാണ്. എ കമ്പനി ഹാസ് ഔട്ട്സ്റ്റാൻഡിങ് 10 lakh ഷെയർസ് ഓഫ് 100 each. അപ്പോൾ ഒരു കമ്പനിക്ക് എന്താണ് ഓൾറെഡി ഓർഡിനറി ഷെയർസ്, എക്സിസ്റ്റിംഗ് ഓർഡിനറി ഷെയർസ് ആണ് ഇവിടെ പറയുന്നത്. 10 ലക്ഷം ഷെയർസ് ഉണ്ട്. ഓരോ ഷെയറിൻ്റെയും വില 100 രൂപയാണ്. ഫുൾ സ്റ്റോപ്പ്. ഓൺ 1/7/2018 1/7/2018 എന്ന് പറയുമ്പോൾ ജൂലൈ 1-ാം തീയതി അല്ലേ? അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് എന്ന് കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1/7/2018 എന്ന് പറയുമ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര നാളത്തേക്കാണ്? 9 മാസം അല്ലേ? 9 മാസമാണ് ഇതിൻ്റെ പീരീഡ് വരിക. അപ്പോൾ ഓൺ 1st July 1/7/2018 the company issued 2,10% convertible debentures. കമ്പനി എന്ത് ചെയ്തു? 2018 ജൂലൈ 1-ാം തീയതി 2 ലക്ഷം 10% കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഇനി പറയുന്നത് ദ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019 എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഈ വർഷം 31st മാർച്ചിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഇനി പറയുന്നത് എന്താ? ആസ് പെർ ദ ടേംസ് ഓഫ് കൺവേർഷൻ 110 ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ് ഫോർ എവറി 100 ഡിബഞ്ചേഴ്സ്. മനസ്സിലായല്ലോ? ഈ കൺവേർഷൻ്റെ ടേംസ് അനുസരിച്ച് 110 ഷെയർ ഇഷ്യൂ ചെയ്യും ഫോർ എവറി 100 ഡിബഞ്ചേഴ്സ്. മനസ്സിലായല്ലോ? ഓരോ 100 ഡിബഞ്ചറിനും 110 ഡിബഞ്ചർ വീതം നമ്മൾ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. ഇതാണ് കണ്ടീഷൻ, കൺവേർഷൻ്റെ കണ്ടീഷൻ ഇതാണ്. ഓരോ 100 ഡിബഞ്ചറിനും 110 ഷെയർ. അപ്പോൾ 110 ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഡിബഞ്ചറിനെ ഒന്നിലധികം ഷെയർ കിട്ടുന്നു. 1.1 ആയിട്ടാണ് വരിക അല്ലേ? ഒന്നിലധികം ഷെയർ കിട്ടുന്നു. അതായത് ടോട്ടൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 100 ഡിബഞ്ചറിന് 110 ഷെയറാണ് കിട്ടുക അല്ലേ?
അപ്പോൾ ആ റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് 110/100 എങ്ങനെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടോട്ടലിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്യാം. 110 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി പറയുന്നത് അസ്യൂം എ ടാക്സ് റേറ്റ് ഓഫ് 30%. ടാക്സ് റേറ്റ് എത്രയാണ്? 30%. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ട് ബേസിക് EPS ആൻഡ് ഡയലൂട്ടഡ് EPS. അപ്പോൾ ഇവിടെ ബേസിക് EPS കാണാനും പറഞ്ഞിട്ടുണ്ട്, ഡയലൂട്ടഡ് EPS കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയലൂട്ടഡ് EPS കാണാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം എന്താ? ഇവിടെ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇത്തരം കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സോ കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽസോ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ? ഡയലൂട്ടഡ് EPS കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 ഐറ്റം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ബേസിക് EPS ആണ്. അപ്പോൾ താഴെ കുട്ടികൾ എഴുതുക ബേസിക് EPS ഈസ് ഈക്വൽ ടു എന്താണ്? എമൗണ്ട് അവൈലബിൾ ടു ഓർഡിനറി ഷെയർസ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് അല്ലെങ്കിൽ എന്താണ്? വെയ്റ്റഡ് ആവറേജ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. വെയ്റ്റഡ് ആവറേജ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കൺവേർഷൻ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഓൾറെഡി 10 ലക്ഷമാണ് നമ്മുടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ 2 ലക്ഷമാണ്. അപ്പോൾ ബേസിക് EPS ഈസ് ഈക്വൽ ടു 2 lakhs ഡിവൈഡഡ് ബൈ 10 lakhs. 2 ലക്ഷത്തിനെ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ലക്ഷം രൂപയാണ് നമ്മുടെ എന്താണ് പ്രോഫിറ്റ്. ഈ 2 ലക്ഷം പ്രോഫിറ്റിനെ നമ്മുടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മുടെ എന്താണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 0.20 ആണ് നമ്മുടെ ബേസിക് EPS എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക, ഡബിൾ ലൈൻ ചെയ്യാം. 20 പൈസ. തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഡയലൂട്ടഡ് EPS എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡയലൂട്ടഡ് EPS ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ. അതിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം പ്രോഫിറ്റ് അവൈലബിൾ ടു അല്ലെങ്കിൽ ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് അത് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ പീരീഡ്. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ഒരു 4 സ്റ്റെപ്പുകൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. ഹെഡിങ് കൊടുക്കാതെയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 2 ലക്ഷം അവിടേക്ക് നീക്കി എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീക്കി എഴുതുക. ഇനി എന്ത് ചെയ്യുക? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ തൊട്ട് താഴെ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുക? നമ്മുടെ ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. അതിന് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ഡിബെഞ്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 10/100. ഒരു വർഷത്തേക്ക് ആയിട്ടില്ല. നമ്മൾ എന്നാ ഇഷ്യൂ ചെയ്തത്? 1/7/2018 ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 9 മാസത്തേക്കുള്ളൂ. അപ്പോൾ ഇൻറ്റു 9/12. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റിൽ 1 മൈനസ് 0.30. കുട്ടികൾക്ക് പുതിയൊരു ടൈപ്പ് ആയിരിക്കും ഈ ടൈപ്പ്. ഇങ്ങനെ ചിലപ്പോൾ കുട്ടികൾ ചെയ്തിട്ടുണ്ടാവില്ല. 1 മൈനസ് 0.30 എന്ന് പറയുമ്പോൾ എന്താ? 0.70 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? 0.70 എന്ന് പറഞ്ഞാൽ അതെന്ത് കുറച്ചിട്ടുള്ള ഭാഗമാണ്? അത് ടാക്സ് കുറച്ചിട്ടുള്ള ഭാഗമാണ്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ കാരണം? അസ്യൂം എ ടാക്സ് റേറ്റ് ഓഫ് 30% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30% എന്താണ് ടാക്സ് റേറ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 രൂപയുടെ 30 പൈസ അല്ലേ? അപ്പോൾ ടാക്സ് ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് 70 പൈസയാണ്. 0.70 ആണ്. അതുകൊണ്ടാണ് ഇതാണ് ടോട്ടൽ. അതിനെ എന്തിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു? അതിനെ 70 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ എമൗണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അത് 10,500 10,500 എമൗണ്ട് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്യുന്നു.
അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,10,500 ആണ്. 2,10,500. ഇനി അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് അണ്ടർ. ഇനി ആവറേജ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അതും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലേ. എക്സിസ്റ്റിംഗ് ഷെയർസ് 10 ലക്ഷം, അതെവിടെ എഴുതി വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൺവേർഷൻ്റെ ഒരു കണക്കെടുക്കണം. കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് അറിയുക? കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് 2 lakhs into 110 divided by 100. 2 ലക്ഷം ഇൻറ്റു 110/100 ഇൻറ്റു 9/12. 9/12 എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വെയിറ്റാണ് അവിടെ പറയുന്നത്. 9 മാസമാണ് നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റു 9/12. അപ്പോൾ 1,65,000. അത് മുകളിലുള്ള 10 lakhsനോട് കൂട്ടുമ്പോൾ 11,65,000. അതാണ് അഡ്ജസ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,10,500. അഡ്ജസ്റ്റഡ് ഷെയർസ് എന്ന് പറയുന്നത് കൺവെർട്ടബിൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തായിട്ട് പരിഗണിച്ചിട്ടുള്ള ഷെയർസ് എന്ന് പറയുന്നത് 11,65,000 ആണ്. Therefore, diluted EPS is equal to 2,10,500 divided by 11,65,000. 2,10,500 11,65,000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈസിക്കൽ ടു ₹0.18. 18 പൈസ. 18 പൈസയാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇല്ലസ്ട്രേഷൻ 8 ആണ്. ഇല്ലസ്ട്രേഷൻ 8 എന്ന് പറയുന്നത് പേജ് നമ്പർ 280 ഇല്ലസ്ട്രേഷൻ 8 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഏബിൾ ലിമിറ്റഡ് ഹാഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡിനറി ഷെയർസ് ഓഫ് 50 lakh ഓൺ 1/4/2018. ഏബിൾ ലിമിറ്റഡിന് 50 ലക്ഷം ഷെയർസാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉള്ളത്. ഇപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ, അതായത് 1/4/2018. ഫുൾ സ്റ്റോപ്പ്. പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2018-19 ഈസ് ₹1 crore. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. മനസ്സിലായാലും 2018-19 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ദ കമ്പനി ഹാഡ് 12% 1 lakh കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് 100 each to be converted into 10 ordinary shares. Tax rate is 30%. Calculate basic EPS and diluted EPS. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി 50 ലക്ഷം ഷെയർ ഉണ്ട്. കമ്പനി ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 12% 1 ലക്ഷം എന്താണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതല്ല, ഓൾറെഡി എന്താണ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ വില. അത് 10 ഓർഡിനറി ഷെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിബഞ്ചറിന് നമ്മൾ കൊടുക്കുന്നത് 10 ഓർഡിനറി ഷെയർസാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രോഫിറ്റ് 1 കോടി രൂപയുണ്ട്. ടാക്സ് റേറ്റ് 30% ആണ്. 2 EPS കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക് EPS കാണാൻ അവിടെ യാതൊരു ഇഷ്യൂ ഇല്ല, വളരെ എളുപ്പത്തിൽ കാണാം. കാരണം 1 കോടി രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അതിനെ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബേസിക് EPS കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഡയലൂട്ടഡ് EPS കാണാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം ഇവിടെ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്കിവിടെ എന്തിനുള്ള സ്കോപ്പ് ഉണ്ട്? ഡയലൂട്ടഡ് EPS കാണാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. സൊല്യൂഷനിൽ ആദ്യം തന്നെ ഒന്നാമത്തെ പോയിൻ്റ് എഴുതി വയ്ക്കുക. ബേസിക് EPS ഈസ് ഈക്വൽ ടു 1 crore ഡിവൈഡഡ് ബൈ 50 lakhs. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ₹2 per share ആണ് എന്ത് കിട്ടിയത്? ബേസിക് EPS കിട്ടിയത്.
അപ്പോൾ അതവിടെ എല്ലാവർക്കും ബേസിക് EPS കാണാൻ ഇനിയിപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 2 ഡയലൂട്ടഡ് EPS. ഡയലൂട്ടഡ് EPS എന്ന് പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, എന്താണ് നമുക്ക് എങ്ങനെയൊക്കെ 2 രീതിയിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഷെയർസിൻ്റെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ആവറേജ് ഷെയർസ് നമ്മൾ കാണണം. അഡ്ജസ്റ്റഡ് കാണണം. മറ്റൊന്ന് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിനെയാണ് ഇപ്പോൾ 1 കോടി രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. ഈ 1 കോടി രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണാൻ സാധിക്കണം. ദെൻ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ കണ്ടുപിടിക്കുമ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് നമ്പർ കാണണം. ഇനി നമുക്കതിലേക്ക് പോവാം. നമ്പർ ഓഫ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് 1 lakh ആണ്. അതവിടെ എഴുതി വയ്ക്കാം. തൊട്ട് താഴെ നമ്പർ ഓഫ് കൺവേർട്ടഡ് ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? 1 ലക്ഷം ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു ഡിബഞ്ചറിന് 10 ഷെയർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കൺവേർട്ടഡ് ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 1 lakh × 10 ആണ് വരിക, അല്ലേ? എന്താണ് വരിക? 1 lakh ഡിബഞ്ചറാണുള്ളത്. ഓരോ ഡിബഞ്ചറിനും 10 ഷെയർ വീതമാണ് ഇഷ്യൂ ചെയ്യുന്നത്. Therefore, the total number of converted ordinary shares is equal to 1 lakh into ₹10, അല്ലേ? ഒരു ഡിബഞ്ചറിന് 10 ഷെയർ വീതം കൊടുക്കുമ്പോൾ ടോട്ടൽ കൺവേർട്ടഡ് ഷെയർസ് എന്ന് പറയുന്നത് 1 lakh into 10, ദാറ്റ് ഈസ് 10 lakhs ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ദെൻ എന്ത് ചെയ്യുന്നു? ഇനി പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ 10 ലക്ഷം രൂപയാണ് 10 ലക്ഷം ഷെയർസാണ് ടോട്ടൽ വരുന്നത് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഓൾറെഡി 50 ലക്ഷം ഷെയർസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കൺവേർട്ടഡ് ആയിട്ട് വരുന്ന 10 ലക്ഷം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60 lakh ആണ് നമ്മുടെ ടോട്ടൽ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഓർഡിനറി ഷെയർസ് വരിക. ഒന്നുകൂടി പറയാം. ഓൾറെഡി നമുക്ക് 50 lakhs ഓർഡിനറി ഷെയർസ് ഉണ്ട്. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്ന ഓരോ ഡിബഞ്ചറിനും 10 ഷെയർ വീതം കൊടുക്കുമ്പോൾ നമ്മുടെ ഓർഡിനറി ഷെയർസ്, കൺവേർട്ടബിൾ ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് വരുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10 lakhs ആണ്. കാരണം 1 ലക്ഷത്തിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 ലക്ഷം ഷെയർസാണ് അതിന് വേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ ഓൾറെഡി 50 ലക്ഷം ഓർഡിനറി ഷെയർസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് 10 ലക്ഷം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഈസ് ഈക്വൽ ടു 60 lakhs ആണ് വരിക. അതവിടെ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണണം, അല്ലേ? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ് പ്രോഫിറ്റ് അവിടെ എഴുതി വയ്ക്കുക. ഇപ്പോഴത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1 crore ആണ്. 1 കോടി രൂപ അവിടെ എഴുതി വയ്ക്കുക. ഇനി അതിനോടുകൂടി എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അതിനോടുകൂടി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അഡ്ജസ്റ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കണം. അതല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ചെയ്താലും മതി. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എത്രയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക? 0.30 വെച്ച് എന്ത് കുറച്ചാലും മതി. അത് നമുക്ക് നോക്കാം. 2 രീതിയിൽ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിൽ, അത് നോക്കാം. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക? 1 കോടി രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കിയ കുട്ടികൾ? 1 ലക്ഷം കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സാണ്, 100 രൂപയാണ് വില. അപ്പോൾ 1 ലക്ഷത്തിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? 1 ലക്ഷത്തിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 12/100. ഇൻറ്റു 12/100 എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ 12 lakh ആണ്. ആ 12 lakh അവിടെ എഴുതുക. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 1 ലക്ഷം 1 കോടി നെറ്റ് പ്രോഫിറ്റും 12 ലക്ഷം ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് 1 crore 12 lakh വരും. 1 കോടി 12 ലക്ഷമാണ് നമ്മുടെ വരിക റിസൾട്ട് വരുന്നത്. പക്ഷേ അവിടെ അത് ടാക്സ് കുറച്ചിട്ടില്ല, അല്ലേ? ടാക്സ് അടക്കമുള്ള എമൗണ്ടാണ്. ഇതിന് എന്ത് ചെയ്യുന്നു? അതിൻ്റെ 30% നമ്മൾ എന്തായിട്ട് പിടിക്കുന്നു? ടാക്സ് ആയിട്ട് പിടിക്കുന്നു, അല്ലേ? ലെസ് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. എന്തിൻ്റെ മുകളിലാണ് 30% കാണുക? ഈ 12 ലക്ഷം രൂപയുടെ മുകളിലാണ് 30% കാണുക, അല്ലേ? 12 ലക്ഷം രൂപയുടെ മുകളിൽ 30% കാണുമ്പോൾ അവിടെ 3,60,000 ആണ് വരുന്നത്. 3,60,60,000 രൂപയാണ് വരുന്നത്. അപ്പോൾ 1 കോടി 12 ലക്ഷം രൂപയിൽ നിന്ന് 3,60,60,000 ടാക്സ് കുറയ്ക്കുമ്പോൾ
നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,08,40,000 ആണ്. 1,08,40,000. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആണ്. 1,08,40,000 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയാണ് ഡയലൂട്ടഡ് EPSലേക്ക് പോവുക. അപ്പോൾ അതിന് മുൻപായിട്ട് കുട്ടികൾക്ക് ഇതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. എന്താണ് ഡയലൂട്ടഡ് EPS എങ്ങനെ കാണും? ഡയലൂട്ടഡ് EPS ഈ കേസിൽ ഡയലൂട്ടഡ് EPS എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഓർഡിനറി ഷെയർസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് അല്ലേ? അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് കാണാൻ വേണ്ടി ഓർഡിനറി ഷെയർസിൻ്റെ കൂടെ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസിൻ്റെ നമ്പർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഡിനറി ഷെയർസ് എക്സിസ്റ്റിംഗ് ഓർഡിനറി ഷെയർസ് 50 lakhs ആണ്. അതിൻ്റെ കൂടെ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എത്രയാണ്? 1 ലക്ഷം ഇൻറ്റു 10 ദാറ്റ് ഈസ് 10 lakhs ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഓർഡിനറി ഷെയർസ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 lakhs ആണ്, 60 ലക്ഷമാണ്. അപ്പോൾ അത് ആ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് അഡ്ജസ്റ്റഡ് നമ്മുടെ റിയൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 crore rupees ആണ് അല്ലേ? 1 crore rupeesൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിവിഡൻ്റ് ആണെങ്കിൽ ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഡിബഞ്ചറാണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഈ 1 കോടി രൂപ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ടാക്സ് കുറയ്ക്കുക. ഇനി ഇവിടെ ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, പ്രിഫറൻസ് ഷെയർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുകൂടി ആഡ് ചെയ്യണം? പ്രിഫറൻസിൻ്റെ ഡിവിഡൻറ്റ് കൂടി ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ 1 crore rupees പ്രോഫിറ്റിനോടുകൂടി നമ്മൾ ആഡ് ചെയ്തു? ഇവിടുത്തെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. വിത്തൗട്ട് ടാക്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് താഴെ നമ്മൾ എന്ത് ചെയ്തു? 30% ടാക്സ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടി. ആ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റാണ് ഞാൻ പറഞ്ഞത് 1,08,40,000 അല്ലേ? അതവിടെ ഡബിൾ ലൈൻ ചെയ്തിടുക. തൊട്ട് താഴെ ഇനി എന്ത് ചെയ്യണം? ദെർഫോർ ഡയലൂട്ടഡ് EPS ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയല്ല അതിൻ്റെ പേര് കേട്ടോ, ഞാൻ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എത്രയാണ്? 1,08,40,000 1,08,40,000 അല്ലേ? 1,08,40,000 ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് നമ്പർ എത്രയാണ്? 60 lakhs, 60 ലക്ഷം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ₹1.81, 1.81 നമ്മുടെ എന്തായിട്ട് വരുന്നത്? നമ്മുടെ ഡയലൂട്ടഡ് EPS ആയിട്ട് വരുന്നത്. അപ്പോൾ ഡയലൂട്ടഡ് EPSൽ ബേസിക് EPSനേക്കാളും എത്ര ചെറിയ കുറവ് വന്നു അല്ലേ? ഇവിടെ ₹1.81 അവിടെ 2 രൂപയാണ് വന്നത് അല്ലേ? ഇനി കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു മെത്തേഡിലാണ് അല്ലേ? അത് ഒന്നുമില്ല, വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് അത്. അപ്പോൾ അങ്ങനത്തെ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കുട്ടികൾ അതിന് താഴെ ഇവിടെ ചെയ്തിട്ടുണ്ട് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് 1 crore അവിടെ എഴുതി വെച്ചിരിക്കുന്നു അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. ലെസ്സല്ല, അത് ആഡ് ചെയ്യാണ് വേണ്ടത്. ടാക്സ് മാത്രമേ ലെസ് ചെയ്യണ്ടോ? ഇവിടെ തെറ്റിയിട്ടാണ് ലെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആഡ് ചെയ്യാണ് വേണ്ടത്, ടാക്സ് മാത്രം ലെസ് ചെയ്യും. അപ്പോൾ ടാക്സ് ഇല്ലാതെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. 1 കോടി രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അതിനോടുകൂടി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ടാക്സ് മൈനസ് ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 12 ലക്ഷമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ 12 lakh ഇൻറ്റു ഇനി ബ്രാക്കറ്റിൽ 1 മൈനസ് 0.30. 1 മൈനസ് 0.30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപയിൽ നിന്ന് 30 പൈസ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. 30 പൈസ നമ്മുടെ
ടാക്സ് ആണ്, 30% ടാക്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും, പിന്നെ ടാക്സ് കുറയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ 12 lakh ഇൻറ്റു 1 മൈനസ് 0.30. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരിക? 12 lakh ഇൻറ്റു 0.70 അല്ലേ. 70 പൈസ മാത്രമേ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുള്ളൂ, ബാക്കി 30 പൈസ എന്തായിട്ടാണ് പോകുന്നത്? ടാക്സ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 8,40,000. അത് ആഡ് ചെയ്യാം, 1 crore കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് സെയിം എമൗണ്ട് തന്നെ കിട്ടി. എത്രയാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 1,08,40,000. മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യനും എന്താണ് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇതുപോലെ പല രീതിയിൽ ഇതിപ്പോൾ ഈ ഒരു ഫിക്സഡ് മെത്തേഡിലെ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പല മെത്തേഡിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. എന്താ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൻ്റെ കൂടെ എന്താണ് ഈ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ എന്താണെങ്കിലും അത് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? ടാക്സിൻ്റെ എലിമെൻ്റ് അതിൽ നിന്ന് നീക്കം ചെയ്യണം. ടാക്സ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ, നെറ്റ് എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടുക. മറ്റൊന്ന് ഇതിൻ്റെ ഷെയറിൻ്റെ നമ്പറാണ്. ഷെയറിൻ്റെ നമ്പർ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള ഓർഡിനറി ഷെയർസിൻ്റെ നമ്പറിൻ്റെ കൂടെ പൊട്ടൻഷ്യൽ ഷെയർസ് എത്രയാണ് വരുന്നത് അതുകൂടി ആഡ് ചെയ്താലാണ് നമുക്ക് അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് എന്ത് കിട്ടുക? ഷെയർസ് കിട്ടുക. ഇത് രണ്ടും ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം ഡയലൂട്ടഡ് EPS എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ ഷെയർസ് ആണ് കേട്ടോ, ഓർഡിനറി ഷെയർസ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് പേജ് നമ്പർ 281 ഇല്ലസ്ട്രേഷൻ 9 ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ABC Limited reported a net profit of rupees 2 lakh in the year 2018-19 അല്ലേ. 2018-19 എന്ത് ചെയ്തു? ABC ലിമിറ്റഡിന് പ്രോഫിറ്റ് കിട്ടി. അതാണ് ആദ്യം പറയുന്നത്. ഇറ്റ് ഹാഡ് 20,000 ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി ഇയർ. അതിന് 20,000 ഇക്വിറ്റി ഷെയർ ഓൾറെഡി ഉണ്ട് ആർക്ക്? ആ കമ്പനിക്ക്. ഇറ്റ് ഹാഡ് ഓൾസോ ഇഷ്യൂഡ് 6% 1,000 കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അത് എന്തുകൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ കമ്പനി? 1000 കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. ഈച്ച് ഷെയർ കൺവെർട്ടബിൾ ഇൻറ്റു 15 ഓർഡിനറി ഷെയർസ്. ഓരോ ഷെയറും എന്ത് ചെയ്യുന്നു? 15 ഓർഡിനറി ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെയറിനെ 15 ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അസ്യൂമിങ് എ ടാക്സ് റേറ്റ് ഓഫ് 40%, കാൽക്കുലേറ്റ് ബേസിക് EPS ആൻഡ് ഡയലൂട്ടഡ് EPS. ഇതിനെ ബേസിക് EPSും കാണണം, ഡയലൂട്ടഡ് EPSും കാണണം. അതാണ് ഇതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. ബേസിക് EPSും കാണണം, ഡയലൂട്ടഡ് EPSും കാണണം. അപ്പോൾ നമുക്ക് ബേസിക് EPS കാണാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് EPS കാണാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി വായിക്കാനുണ്ട്. എന്തായാലും ബേസിക് EPS ആദ്യം തന്നെ കണ്ടുവയ്ക്കാം. ഒന്നാമത്തെ പോയിന്റിൽ ബേസിക് EPS ഈസ് ഈക്വൽ ടു ₹2 lakhs. ഇവിടെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. ഇതിൽ 2,500,000 പറഞ്ഞിട്ടുള്ളത്. 2 lakhs ആണ് എമൗണ്ട് ഉള്ളൂ, പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്, കുട്ടികൾ ശ്രദ്ധിക്കുക. 2 lakh ആണ്. ബേസിക് EPS ഈസ് ഈക്വൽ ടു 2 lakh ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 2 lakh ഡിവൈഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു ₹10. 10 രൂപയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ബേസിക് EPS ആയിട്ട് വരുന്നത്. ഒരു ഷെയറിന് 10 രൂപയാണ്. ഇനി രണ്ടാമത്തെ ഡയലൂട്ടഡ് EPS ആണ്. ഡയലൂട്ടഡ് EPS കാണുമ്പോൾ കുട്ടികൾ ആദ്യം തന്നെ ഷെയറിൻ്റെ നമ്പറാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ. ഷെയറിൻ്റെ നമ്പർ നോക്കാൻ കുട്ടികൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ ഓർഡിനറി ഷെയർസ്, എക്സിസ്റ്റിംഗ് ഓർഡിനറി ഷെയർസ് എത്രയുണ്ട് നോക്കുക. എക്സിസ്റ്റിംഗ് ഓർഡിനറി ഷെയർസ് 20,000 ഇക്വിറ്റി ഷെയർ ആണുള്ളത് അല്ലേ. ഇനി എന്താണ് നോക്കേണ്ടത്? കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ നമ്പർ നോക്കുക. 1000 ഷെയർസാണ്. അതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു ഷെയറിനെ 15 ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ഷെയറിനെ 15 ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 1000 × 15 വരിക.
15,000 ആണ് വരിക. 15,000 ആണ് എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ എന്താണ് ഓർഡിനറി ഷെയർസ് ആയിട്ട് വരുന്നത് 15,000 ഷെയറാണ്. ഓൾറെഡി എത്ര ഷെയർസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 20,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 20,000 ഷെയർസ് പ്ലസ് 15,000 ഷെയർസ്, 20,000 ഷെയർസ് പ്ലസ് 15,000 ഷെയർസ്. അപ്പോൾ എത്ര വരും, 35,000 ഷെയർസ് വരും. 35,000 ഷെയർസ് ആണ് നമ്മുടെ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള വഴി എളുപ്പമാണ്. എന്താ കാരണം, നമ്മുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് നോക്കുക എത്രയാണ്, 2 ലക്ഷം രൂപയാണ്. അതിനോടുകൂടി എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്താണ് ഡിവിഡൻഡ് ആഡ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്താ, കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. അത് 100 രൂപയുടെയാണ്. അപ്പോൾ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് 100 രൂപയുടെ ആകുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു, 100 രൂപയുടെ ഷെയർ ആകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100 ഇൻറ്റു 10,000 അല്ലേ, 10,000 10,000 തന്നെ അല്ല 1000ആണ്. ആ 1000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1 lakh വരും അല്ലേ. ഇനി എന്ത് ചെയ്യുക, 1 lakhൻ്റെ 6% ആണ്. അപ്പോൾ അതിൻ്റെ ഡിവിഡൻറ്റ് കാണാൻ എളുപ്പമാണ്. 1 lakh ഇൻറ്റു 6% ചെയ്താൽ അതിൻ്റെ ഡിവിഡൻറ്റായി അല്ലേ. അപ്പോൾ 1 lakh ഇൻറ്റു 6% ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ്, 6,000 ആണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുക, എന്താണ് പ്രോഫിറ്റ് കിട്ടുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ബേസിക് ഇ പി എസ് ഈസ് ഈക്വൽ ടു 2 lakh ഡിവൈഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു ₹10. അതവിടെ എഴുതി വയ്ക്കുക, ഡബിൾ ലൈൻ ചെയ്യുക. തൊട്ട് താഴെ രണ്ടാമത്തെ പോയിൻ്റ് ഡയലൂട്ടഡ് ഇ പി എസ്. ഡയലൂട്ടഡ് ഇ പി എസിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എത്രയാണ്, 1000 അവിടെ എഴുതി വയ്ക്കുക. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓൺ കൺവേർഷൻ അല്ലേ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓൺ കൺവേർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1000 ഇൻറ്റു 15 ദാറ്റ് ഈസ് 15,000 15,000. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 20,000 പ്ലസ് 15,000 ഈസ് ഈക്വൽ ടു 35,000. തൊട്ട് താഴെ അപ്പോൾ നമ്പർ കിട്ടി. ഇനി അടുത്തത് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ്. തൊട്ട് താഴെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 2 lakh ആണ്. ആഡ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ 1,00,000-ൻ്റെ 6% അതെത്രയാണ്, 6,000. അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടുന്നത് 2,06,000 ആണ്. നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് 2,06,000 ആണ്. ദെർഫോർ ഡയലൂട്ടഡ് ഇ പി എസ് ഈസ് ഈക്വൽ ടു 2,06,000 ഡിവൈഡഡ് ബൈ 35,000. 2,06,000 ഡിവൈഡ് ബൈ 35,000 ഈസ് ഈക്വൽ ടു ₹5.89 5.89. ഞാൻ ഒന്നുകൂടി പറയാം. ഡയലൂട്ടഡ് ഇ പി എസ് ഈസ് ഈക്വൽ ടു 2,06,000 ഡിവൈഡ് ബൈ 35,000 ഈസ് ഈക്വൽ ടു ₹5.89 5 രൂപ 89 പൈസയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഡയലൂട്ടഡ് ഇ പി എസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് ആൻഡ് വാറൻറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് മുതൽക്കാണ് എടുക്കാനുള്ളത്. എന്തായാലും കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് ചോദിക്കണം. സംശയങ്ങൾ അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. താങ്ക് യു.